ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സോഷ്യോളജി ഫസ്റ്റ് സെമ്മിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയിലെ നാളെ എക്സാം എഴുതുന്ന കുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അപ്പം നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. നോട്ട്സ് പറഞ്ഞ പോലെ തന്നെ മുൻ വീഡിയോസിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് വീഡിയോസിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നോട്ട്സ് കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞുതരാം. പെയ്ഡ് നോട്ട്സാണ് കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകൾ കേട്ടോ. അത് അവർക്ക് ഇപ്പോൾ ജൂണിൽ കഴിഞ്ഞ ആളുകൾക്ക് അത് ചോദിച്ചില്ലല്ലോ എന്ന് കരുതിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ കൂടെ പറയുകയാണ് ഞാനൊരു എസ്സേ നിങ്ങൾ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ ചേഞ്ച് അവർക്ക് ചോദിച്ചിട്ടില്ല, അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ട് എക്സാം ബേസ്ഡ് ഇൻട്രൊഡക്ഷൻ സോഷ്യോളജീൻ്റെ എക്സാം ബേസ്ഡ് ക്ലാസ്സുകളൊക്കെ നിങ്ങളൊന്ന് കാണാം, വീഡിയോസ് കാണാം കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നോക്കുക, നമ്മളിപ്പോൾ ഇതിൽ കാര്യമായിട്ട് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ പ്രോഗ്രസ് ആണ്. സാമൂഹിക പുരോഗതിയുടെ സ്വഭാവ സവിശേഷതകൾ അല്ലെങ്കിൽ പ്രധാന ഘടകങ്ങൾ, എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അതിൽ പോയിൻ്റായിട്ടാണ് കേട്ടോ. പോയിൻ്റ് പറയുകയാണ്. ഫസ്റ്റ് പോയിൻ്റ്, അതൊരു പ്രതിഭാസത്തിൻ്റെ വിപരീതമാണ്. ഏത്? സാമൂഹിക മാറ്റം. അതുപോലെ തന്നെ ഉദ്ദേശിച്ച ഫലം കൈവരിക്കുമ്പോൾ മാത്രമേ മാറ്റങ്ങൾ സംഭവിക്കൂ. മൂന്നാമത്തെ പോയിൻ്റ്, ഒരു പരിവർത്തന ഫലം നിലവിൽ വരുന്നതിന് മുഴുവൻ സമൂഹത്തെയും ഉൾക്കൊള്ളുന്നതിനാൽ അതൊരു കൂട്ടായ പ്രവർത്തനം. നാലാമത്തത്, ഈ സാഹചര്യത്തിൽ നഷ്ടത്തേക്കാൾ കൂടുതൽ പ്രയോജനമുണ്ട്. ഈ സാഹചര്യത്തിൽ സാമൂഹിക മാറ്റം പുരോഗതി ഉണ്ടാകുമ്പോൾ കേട്ടോ, സാമൂഹിക പുരോഗതി ഉണ്ടാകുമ്പോൾ. പിന്നെ നിഷ്ക്രിയത്വത്തിൽ എന്ത് ഫലമായിട്ട് മാറ്റം സംഭവിക്കില്ല. ആളുകൾ, അതായത് വെറുതെ ഇരുന്നാൽ എന്തുണ്ടാവില്ല, മാറ്റം സംഭവിക്കില്ല. ആളുകൾ വ്യക്തികളിലുണ്ടാകുന്ന പ്രേരണയും നിശ്ചയദാർഢ്യവും കൊണ്ട്, അതായത് ഒരു ഉറച്ച മനസ്ഥിതിയും കൊണ്ട് മാത്രമേ എന്തുണ്ടാവുള്ളൂ, സമൂഹത്തിലും പിന്നെ പ്രോഗ്രസ് പുരോഗതി ഉണ്ടാവുകയുള്ളൂ. പിന്നെ മറ്റൊരു പോയിൻ്റാണ്, പുരോഗതി എന്ന ആശയം ഒരു ചലിക്കുന്ന ലക്ഷ്യമാണ്. അതായത് ഇപ്പോൾ നമുക്ക് പുരോഗതി എന്ന് തോന്നുന്നത് നാളെ ഒരു പക്ഷേ എന്തായിരിക്കില്ല, അതിനേക്കാൾ വലിയ പുരോഗതികൾ വരുമ്പോൾ എന്താവില്ല, അതൊരു പുരോഗതിയായിട്ട് അംഗീകരിക്കില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് പോയിൻ്റ്, മനുഷ്യൻ്റെ പുരോഗതിക്ക് അതിരുകളില്ല. മനുഷ്യൻ ബുദ്ധി വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഭൗതികമായിട്ട് മനുഷ്യൻ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോൾ വീണ്ടും പുതിയ മാറ്റങ്ങൾ, പുരോഗതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ മനുഷ്യൻ്റെ പുരോഗതിക്ക് അതിരുകളിൽ. ഇത്രയാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി ചോദിക്കാൻ സാധ്യത മറ്റൊരു ക്വസ്റ്റ്യനാണ്, ഡിഫറൻഷിയേറ്റ് സോഷ്യൽ ചേഞ്ച് ആൻഡ് സോഷ്യൽ പ്രോഗ്രസ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യൽ ചേഞ്ച് ആൻഡ് സോഷ്യൽ പ്രോഗ്രസ്. സാമൂഹിക മാറ്റവും സാമൂഹിക പുരോഗതിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കുക. ആദ്യം സോഷ്യൽ ചേഞ്ച് പറയാം കേട്ടോ. ഫസ്റ്റ് പോയിൻ്റായിട്ട് നോക്കുക, സാമൂഹിക മാറ്റം സാമൂഹിക പുരോഗതിയിൽ അവസാനിക്കുന്നതാണ്, അതായത് അതിൽ കലാശിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒട്ടും സംഭവിക്കാത്തതാണ്. എന്നാൽ സാമൂഹിക പുരോഗതി അങ്ങനെയല്ല. സാമൂഹിക പുരോഗതി സാമൂഹിക മാറ്റത്തിനുള്ളിൽ അടങ്ങിയിരിക്കുന്നതാണ്. സാമൂഹിക പുരോഗതി സാമൂഹിക മാറ്റത്തിൻ്റെ ഫലമായാണ് സംഭവിക്കുന്നത്. ഇനി രണ്ടാമത്തെ പോയിൻ്റ്, സാമൂഹിക മാറ്റം ലക്ഷ്യമുള്ളതും ലക്ഷ്യമില്ലാത്തതുമുണ്ട്. അതിന് വ്യക്തമായ ദിശകളില്ല. അത് മനഃപൂർവ്വവും അല്ലാതെയും സംഭവിക്കാം. എന്തേ? സാമൂഹിക മാറ്റം. എന്നാൽ സാമൂഹിക പുരോഗതിക്ക് പ്രത്യേക ലക്ഷ്യങ്ങൾ ഉണ്ട്. മൂന്നാമത്തെ പോയിന്റ്, സമൂഹം സാമൂഹിക മാറ്റത്തിന് വിധേയമാകുന്നു. ലോകമെമ്പാടുമുള്ള സമൂഹങ്ങളെ അതിൽ ഉൾപ്പെടുത്താം. ഒരു രാജ്യത്തിനുള്ളിലെ പ്രത്യേക കമ്മ്യൂണിറ്റികളെയും സാമൂഹിക മാറ്റത്തിൽ ഉൾപ്പെടുത്താം. എന്നാൽ സാമൂഹിക പുരോഗതി എന്നത് ഒരു കമ്മ്യൂണിറ്റിയിലോ ഒരു കൂട്ടം കമ്മ്യൂണിറ്റിയിലോ ഉള്ളതാണ്. ഇനി സാമൂഹിക മാറ്റത്തിൽ നാലാമത്തത്, സാമൂഹിക മാറ്റത്തിന് ഒരു കൂട്ടം മൂല്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം അത് എല്ലായ്പ്പോഴും സംഭവിക്കുന്ന ഒരു പ്രക്രിയ അല്ല. പിന്നെ അതേസമയം എന്നാൽ സാമൂഹിക പുരോഗതിയിലോ മൂല്യവ്യവസ്ഥയിലെ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമൂഹിക പുരോഗതി അളക്കാൻ കഴിയും. അതാണ് അടുത്ത പോയിന്റ്. ഇനി അടുത്ത പോയിന്റ്, സാമൂഹിക മാറ്റം ഒരു അമൂർത്തമായ ആശയവും വസ്തുനിഷ്ഠമായ ആശയവുമാണ്. എന്നാൽ സാമൂഹിക പുരോഗതിയോ സ്കെയിൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിധത്തിലോ നമുക്ക് കേവലമായ രീതിയിൽ അളക്കാൻ കഴിയും. അതാണ് പ്രത്യേകത കേട്ടോ. ഇനി നമ്മൾ സോഷ്യൽ ചേഞ്ചിൻ്റെ ഫാക്ടേഴ്സ് ഉണ്ട്. അത് ഞാനൊരു വീഡിയോ നമ്മുടെ എക്സാം ബേസ്ഡ് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ കണ്ടുപഠിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ എസ്സേ, ഇത് ഒരു എസ്സേ ആയിട്ട് ചോദിക്കാം. ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്, എക്സാം ബേസ്ഡ് ക്ലാസ്, ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി, എല്ലാതൊന്നും കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കിട്ടും നിങ്ങൾക്ക്. ഇനി നമുക്കിതുമായി ബന്ധപ്പെട്ട് നമുക്കിത് സോഷ്യൽ റെലവൻസ് ആണ്. എന്താണ് സോഷ്യൽ ചേഞ്ചിൻ്റെ റെലവൻസ് ഉണ്ട്. റെലവൻസ് ഓഫ് സോഷ്യൽ ചേഞ്ച്, സാമൂഹിക മാറ്റത്തിൻ്റെ റെലവൻസ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രസക്തി എന്താണെന്നുള്ളത്. ഡിഫൈൻ സോഷ്യൽ ചേഞ്ച് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് റെലവൻസ്, അങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ സാമൂഹിക മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, സമൂഹത്തിൽ കാലങ്ങളായിട്ടുണ്ടാകുന്ന ഓരോ പുരോഗതിയും എന്താണ്, സാമൂഹിക മാറ്റമാണ്. അതിൻ്റെ റെലവൻസ് നോക്കാം നമുക്ക്. പെരുമാറ്റ രീതികളിലും സാംസ്കാരിക മൂല്യങ്ങളിലും കാലക്രമേണ സംഭവിക്കുന്ന മാനദണ്ഡങ്ങളിലും കാര്യമായ മാറ്റം എന്നതാണ് സാമൂഹിക മാറ്റത്തെ നിർവചിച്ചിട്ടുള്ളത്.
സാമൂഹിക പരിസ്ഥിതിയിൽ കാര്യമായ പ്രാധാന്യമുള്ള ഒരു മാറ്റമായാണ് സാമൂഹ്യശാസ്ത്രജ്ഞർ ഇതിനെ കണക്കാക്കുന്നത്, സാമൂഹിക മാറ്റത്തെ കണക്കാക്കുന്നത്. പ്രസ്ഥാനങ്ങൾ വഹിക്കുന്ന നിർണായകമായ പങ്കുണ്ട് ഇതിൽ ഓരോ സാമൂഹിക മാറ്റത്തിലും. ദീർഘകാല സാമൂഹിക മാറ്റത്തിൻ്റെ സ്വഭാവം വിശദീകരിക്കാൻ സാമൂഹ്യശാസ്ത്രജ്ഞർ പരിണാമപരവും പ്രവർത്തനപരവും സംഘട്ടന സിദ്ധാന്തങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ സാമൂഹിക മാറ്റത്തെക്കുറിച്ചുള്ള പല സിദ്ധാന്തങ്ങളും മാറ്റത്തോടുള്ള എതിർപ്പിൻ്റെ സാധ്യതയെയും അംഗീകരിക്കുന്നുണ്ട്. സാമൂഹിക ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ സാമൂഹിക മാറ്റം എന്നത് സാംസ്കാരിക സമ്പ്രദായങ്ങൾ, സ്ഥാപന ഘടനകൾ, പ്രവർത്തനങ്ങൾ എന്നിവയിലെ പരിവർത്തനമാണ്. മിക്ക മാറ്റങ്ങളും ഉടനടി സംഭവിക്കുന്ന ഒന്നല്ല. ഭൂരിഭാഗം സമൂഹങ്ങളിലും മാറ്റം സംഭവിക്കുന്നത് ഒരു ഹിമപാതത്തിലാണ്. എല്ലാ സമൂഹങ്ങളിലും ഒരു നിശ്ചിത പോയിന്റിലെത്തുമ്പോൾ എന്ത് സംഭവിക്കും? മാറ്റം സംഭവിക്കും. സാമൂഹിക മാറ്റത്തെക്കുറിച്ച് 3 ചിന്താധാരകളുണ്ട്: പരിണാമപരവും പ്രവർത്തനപരവും വൈരുദ്ധ്യാത്മകവുമായ സിദ്ധാന്തങ്ങൾ. ഇതൊക്കെയാണ് പരിണാമപരവും പ്രവർത്തനപരവും വൈരുദ്ധ്യാത്മകവുമായ സിദ്ധാന്തങ്ങൾ. ഇതിൽ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്നത് പരിണാമപരമായ സിദ്ധാന്തമാണ്. 19-ാം നൂറ്റാണ്ടിൽ സാമൂഹിക പരിണാമ സിദ്ധാന്തത്തിന് വ്യാപകമായ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തു. സാമൂഹ്യശാസ്ത്രജ്ഞൻ ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം മനുഷ്യ സമൂഹത്തെക്കുറിച്ചുള്ള പഠനത്തിന് പ്രയോഗിച്ചു. പരിണാമം എന്ന ആശയം നിയമാനുസൃതമാണെന്നും കൂടുതൽ പര്യവേഷണം ചെയ്യേണ്ടതുണ്ടെന്നും സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പിതാവായ അഗസ്റ്റേ കോംറ്റെ അംഗീകരിച്ചു. ഈ സിദ്ധാന്തമനുസരിച്ച് പരിണാമപരമായ സിദ്ധാന്തമനുസരിച്ച് സമൂഹം ഉയർന്ന നിലയിലേക്ക് മാറും. ജീവജാലങ്ങളെപ്പോലെ സമൂഹവും സങ്കീർണതയിൽ വളരും. അതിൽ പ്രതികരിക്കാൻ കഴിയാത്തവർ പിന്നോട്ട് പോകും, അല്ലെങ്കിൽ നശിച്ചു പോകും. പാശ്ചാത്യ രാജ്യങ്ങൾ വികസിതമാണ്. അത് തങ്ങൾ ശ്രേഷ്ഠരായ ആളുകളാണ് എന്ന നിഗമനത്തിലേക്ക് നിരവധി ശാസ്ത്രജ്ഞരെ നയിച്ചു. എന്നാൽ പുതിയ സൈദ്ധാന്തികരും ഗവേഷകരും ഈ വീക്ഷണത്തെ പൊളിച്ചെഴുതി, എന്ന് പറഞ്ഞാൽ അതിനെ തിരുത്തി കാണിച്ചു. തുടക്കത്തിൽ സാമൂഹിക പരിണാമവാദികൾ അവകാശപ്പെട്ടത് മിക്കവാറും എല്ലാ നാഗരികതകളും ഒരേ രീതിയിൽ തന്നെ പുരോഗമിക്കണമെന്നാണ്. ആധുനിക സിദ്ധാന്തം അനുസരിച്ച് പരിവർത്തനം ബഹുമുഖമാണ്, പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. സമൂഹങ്ങൾക്ക് പല ദിശകളിലേക്ക് പരിവർത്തനം ചെയ്യാൻ കഴിയും എന്നും അവർ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അവർ പറയുന്നു. ഘടനാ പ്രവർത്തനപരമായ സാമൂഹിക മാറ്റ സിദ്ധാന്തം സാമൂഹിക വ്യവസ്ഥയെ ഒരു ജീവജാലത്തിന് തുല്യമാക്കുന്നു. ഓരോ ഭാഗവും ഒരു അവയവമാണ്. ഒരു ഘടകത്തിന് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. എമിലി ഡർക്കീമിൻ്റെ അഭിപ്രായത്തിൽ ഒരു സമൂഹം യോജിപ്പുള്ളതായിരിക്കണം. പ്രവർത്തനപരമായ സിദ്ധാന്തം അനുസരിച്ച് സാമൂഹിക വ്യവസ്ഥയ്ക്ക് സ്ഥിരതയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ഒന്നായിരിക്കും സാമൂഹിക വ്യവസ്ഥ. പ്രശ്നങ്ങൾ താൽക്കാലികമാണെങ്കിലും മറ്റു ഭാഗങ്ങളിൽ നിന്ന് ശ്രദ്ധ ആവശ്യമാണ്. അതിനാൽ സാമൂഹിക പരിവർത്തനം ഒരു അനന്തരഫലമാണ്. ഘടനാവാദ സിദ്ധാന്തം വംശം, വർഗം, ലിംഗം, ഭേദം എന്നിവ അവഗണിക്കും. വാസ്തവത്തിൽ വരേണ്യവർഗം യോജിപ്പുള്ള ബന്ധത്തിൻ്റെയും സ്ഥിരതയുടെയും തെറ്റായ ബോധം സൃഷ്ടിക്കുന്നു. ഘടനാവാദം 1940കളിലും 1950കളിലുമാണ് ഉയർന്നു വന്നത്. എന്നാൽ 1960കളിൽ അത് മങ്ങിത്തുടങ്ങി. അതാണ് നമ്മൾ പറഞ്ഞത്, കൂടുതൽ വ്യാപകമായത് പരിണാമപരമായ സിദ്ധാന്തമാണെന്ന് പറഞ്ഞല്ലേ. ഇനി സംഘടന വീക്ഷണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. സംഘടന വീക്ഷണം അനുസരിച്ച് സമൂഹം അന്തർലീനമായി അസമത്വവും അക്രമാസക്തവുമാണ്. കാർൽ മാർക്സ് ഈ ആശയത്തെ പ്രോത്സാഹിപ്പിച്ച വ്യക്തി. പരിണാമം ഒരു ബിന്ദുവിൽ നിന്നാണെന്ന് മാർക്സ് വിശ്വസിച്ചു. ഒരു ബിന്ദു എന്ന് പറഞ്ഞാൽ ഒരു കേന്ദ്രത്തിൽ നിന്നാണെന്ന് മാർക്സ് വിശ്വസിച്ചു. എന്നാൽ ഓരോ ഘട്ടത്തിലും പുരോഗതി ഉണ്ടാവില്ല. സമ്പന്നരും ശക്തരും ദുർബല വിഭാഗങ്ങളെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് സമൂഹത്തെ നിയന്ത്രിക്കും. ഇത് സംഘർഷത്തിനും പ്രവർത്തനത്തിനും കാരണമാകും. തൽഫലമായി സമൂഹം മാറും. സംഘടന വീക്ഷണം വികസിച്ചു. ഫെമിനിസ്റ്റ്, വർഗ വിമർശന സിദ്ധാന്തങ്ങളെല്ലാം അതിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഇത്രയാണ് നമുക്ക് റെലവൻസിൽ പറയുക. ആ 3 സിദ്ധാന്തങ്ങളെക്കുറിച്ച് അങ്ങോട്ട് അവിടെ വ്യക്തമാക്കുകയാണ് റെലവൻസിൽ ചെയ്യേണ്ടത് കേട്ടോ. ഇനി വാട്ട് കോസസ് സോഷ്യൽ ചേഞ്ച് ഒരു ചോദ്യമാണ്. വാട്ട് കോസസ് സോഷ്യൽ ചേഞ്ച്, എന്താണ് സാമൂഹിക മാറ്റത്തിന് കാരണമാകുന്നത്? സാമൂഹിക മാറ്റത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? അപ്പോൾ നമ്മൾ കുറേ സാമൂഹിക മാറ്റത്തെക്കുറിച്ച് പറഞ്ഞു, അതിൻ്റെ റെലവൻസ് പറഞ്ഞു, അതിൻ്റെ എലമെൻറ്റ്സ് പറഞ്ഞു, ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. ഇതൊക്കെ വെച്ചിട്ട് എന്തൊക്കെയാണ് സാമൂഹിക മാറ്റത്തിന് കാരണമാകുന്നത്? ഒരു സമൂഹത്തിൻ്റെ പരിണാമത്തെ നയിക്കുന്ന കൃത്യമായ കാരണം പറയാൻ കഴിയില്ല. 3 ഘടകങ്ങൾ സാമൂഹിക മാറ്റത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഒറ്റ നോട്ടത്തിലെ സംഘർഷം സാമൂഹിക മാറ്റത്തിന് ഉത്തേജകമാണെന്ന് വ്യക്തമാണ്. വർഗം, ജാതി, വംശം, ലിംഗം, മതം, മറ്റു സ്വഭാവ സവിശേഷതകൾ എന്നിവ അടിസ്ഥാനമാക്കിയുള്ള അസമമായ പെരുമാറ്റം അസംതൃപ്തിക്കും പ്രകോപനത്തിനും കാരണമാകും. അവിടെ പ്രതിസന്ധി പരിഹരിക്കാൻ വ്യക്തികളും സംഘടനകളും ഒരുമിക്കും. അത് ഒരു മാറ്റത്തിന് കാരണമാകുന്നു. അതുപോലെ സർക്കാരുകൾ അട്ടിമറിക്കുകയോ പുനഃസംഘടിപ്പിക്കുകയോ ചെയ്യാൻ സാധ്യമാണ്. ഇത് ചില സന്ദർഭങ്ങളിൽ പെട്ടെന്ന് സംഭവിക്കും. എന്നാൽ ചില വ്യത്യസ്ത ഘട്ടങ്ങളിൽ ക്രമേണ പുരോഗതി സാധ്യമാവും. ഒരു സമൂഹത്തിൻ്റെ ജനസംഖ്യാ ഘടനയിൽ മാറ്റം വരുമ്പോഴെല്ലാം സാമൂഹിക മാറ്റം അനിവാര്യമായി സംഭവിക്കും. അത് സംഭവിക്കുമെന്ന് ഉറപ്പുള്ള കാര്യമാണ്. ജനനനിരക്ക് ഉയരുകയും ആയുർദൈർഘ്യം വർദ്ധിക്കുകയും ചെയ്യുന്നതിലൂടെ ജനസംഖ്യാപരമായ പ്രവണതകൾ പലപ്പോഴും മാറി മറിഞ്ഞു വരും.
വിതരണവും വിഭവങ്ങളിലെ പ്രവേശനവും ജനസംഖ്യ വർധനവിനെ ബാധിക്കുന്നുണ്ട്. അതുപോലെ എമിഗ്രേഷനും രാജ്യത്തേക്ക് ഇങ്ങോട്ടുള്ള കുടിയേറ്റവും രാജ്യത്ത് നിന്ന് പുറത്തേക്കുള്ള കുടിയേറ്റവും അതിലുണ്ടാകുന്ന വർധനവും എന്താണ് സമൂഹത്തെ സ്വാധീനിക്കും, മാറ്റത്തിന് ഇടവരുത്തും. ഇനി ചേഞ്ച് ഇൻ കൾച്ചർ നോംസ്, സാംസ്കാരിക മാനദണ്ഡങ്ങളിൽ എങ്ങനെ മാറ്റം സംഭവിക്കും നോക്കുക. സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ, ശാസ്ത്രീയ മുന്നേറ്റങ്ങൾ, ആശയങ്ങളുടെ ഉൽപ്പാദനം എന്നിവയെല്ലാം സംസ്കാരത്തിൻ്റെ മാറ്റത്തിന് ഇടവരുത്തും. ഇതിനൊരു ഉദാഹരണമാണ് ഇൻ്റർനെറ്റിൻ്റെ സ്വാധീനം. ഇത് ഒരു രാജ്യത്തിൻ്റെ സംസ്കാരത്തിനെ മാത്രമല്ല, ലോകത്തിൻ്റെ മുഴുവൻ സംസ്കാരത്തെ മാറ്റിമറിച്ചൊരു സംഭവമാണ്. കണ്ടെത്തലുകൾ ഒരു സമൂഹത്തിൻ്റെ സംസ്കാരത്തിലും സ്വാധീനം ചെലുത്തും. അതുപോലെ യൂറോപ്യൻ കുടിയേറ്റക്കാർ അമേരിക്ക കണ്ടുപിടിച്ചവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. സാംസ്കാരിക മാറ്റം എല്ലായ്പ്പോഴും ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കക്ഷികൾക്കും പ്രയോജനകരവുമല്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ലിംഗഭേദം, വംശം, ജാതി, വർഗം, മതവിശ്വാസം, ജോലി, സാക്ഷരത, മറ്റാവശ്യങ്ങൾ എന്നിവ സംസ്കാരത്തെ മനസ്സിലാക്കുന്നതിൽ സ്വാധീനം ചെലുത്തുന്ന ഘടകങ്ങളാണ്. സാമൂഹിക മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് സാമൂഹിക പ്രസ്ഥാനങ്ങൾ പലപ്പോഴും ഉത്തരവാദികളാവാറും ഉണ്ട്. എല്ലാ രാഷ്ട്രങ്ങൾക്കും ശ്രദ്ധേയമായ നിരവധി നവീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനുദാഹരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു കൂട്ടം ആളുകൾ കൂടി ചേർന്ന ഒരു പുതിയ ജീവിത രീതി രൂപപ്പെടുത്തുന്നതാണ് ഒരു നവീകരണം. വിവിധ രാഷ്ട്രങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഉദാഹരണങ്ങൾ നമുക്കതിന് ഉദാഹരണമായിട്ട് എടുക്കാം. നോക്കുക എന്തൊക്കെയാണ്. ഇപ്പോൾ അറ്റ്ലാന്റിക്കിൽ എന്താണ്, അടിമക്കച്ചവടം നിർത്തലാക്കിയത് ഒരു ചരിത്ര സംഭവമാണ്. അപ്പോൾ അവിടെ സമൂഹത്തിൽ മാറ്റമുണ്ടായി. അതുപോലെ ലോകമെമ്പാടുമുള്ള പൗരാവകാശ പ്രസ്ഥാനം, പൗരന്മാർക്ക് ഒരുപാട് അവകാശങ്ങൾ അന്നേവരെ ഇല്ലാത്തതൊക്കെ കിട്ടിയപ്പോൾ അവിടെ സമൂഹത്തിൽ മാറ്റമുണ്ടായി. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഫെമിനിസ്റ്റ് പ്രസ്ഥാനം. ഫെമിനിസ്റ്റ് പ്രസ്ഥാനം വന്നതോടുകൂടി സ്ത്രീകൾക്ക് സമൂഹത്തിൽ മാറ്റങ്ങളുണ്ടായി. പിന്നെ അതുപോലെ ലെസ്ബിയന്, ഗേ, അതുപോലെ ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർമാർ അവകാശ പ്രവർത്തനങ്ങളൊക്കെ എന്താണ്, അത് സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള സംഭവങ്ങളാണ്. ഹരിത ആക്ടിവിസം വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ അതും സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ സമൂഹത്തിൻ്റെ നോംസിൽ, മാനദണ്ഡങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇനി വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സോഷ്യൽ ചേഞ്ച് ചോദിക്കാൻ സാധ്യത. റെലവൻസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ചിലപ്പോൾ ഒന്നിച്ച് ചോദിക്കും കേട്ടോ. അപ്പോൾ ആ 3 സിദ്ധാന്തങ്ങൾ വിശദീകരിക്കുന്നതോടൊപ്പം അതിൻ്റെ സിഗ്നിഫിക്കൻസും കൂടി പറഞ്ഞാൽ മതി. പ്രാധാന്യം എന്തൊക്കെയാണ് സാമൂഹിക മാറ്റത്തിൻ്റെ പ്രാധാന്യങ്ങൾ? ഒന്നാമത്തത്, സാമൂഹിക മാറ്റത്തിൻ്റെ ഉയർച്ച ലോകത്തെ ലിംഗസമത്വത്തിലേക്ക് നയിക്കും എന്നാണ്. രണ്ടാമത്തത്, സാമൂഹിക മാറ്റത്തിൻ്റെ ഫലമായി തൊഴിലാളികളുടെ അവകാശങ്ങൾ മെച്ചപ്പെടും. മൂന്നാമത്തത്, സാമൂഹിക മാറ്റത്തിൻ്റെ ഫലമായി LGBTQ+ കമ്മ്യൂണിറ്റി മികച്ച രീതിയിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. LGBTQ നിങ്ങൾക്ക് അറിയുണ്ടാവുമെന്ന് വിചാരിക്കണം കേട്ടോ. ഇനി നാലാമത്തെ ഘടകം അല്ലെങ്കിൽ നാലാമത്തെ പ്രാധാന്യം, സാമൂഹിക മാറ്റത്തിൻ്റെ ഫലമായി വംശീയ സമത്വം മെച്ചപ്പെടുന്നു. അഞ്ചാമത്തത്, സാമൂഹിക മാറ്റം ബിസിനസ്സിന് ഗുണകരമാണ്. ആറാമത്തെ പോയിൻ്റ്, സാമൂഹിക മാറ്റം പരിസ്ഥിതിക്ക് നല്ലതാണ്. ഏഴാമത്തെ പോയിൻ്റ്, സാമൂഹിക മാറ്റത്തിന് സർക്കാരുകൾ ഉത്തരവാദികളാണ്. അതുമാത്രം ചിലപ്പോൾ 2 മാർക്കും ചോദിക്കേണ്ട. അപ്പോൾ അതൊന്ന് പറയാം കേട്ടോ. സാമൂഹിക മാറ്റത്തിന് സർക്കാരുകൾ ഉത്തരവാദികളാണ് എന്ന് എങ്ങനെ സമർത്ഥിക്കുക, അല്ലെങ്കിൽ സർക്കാരുകൾ എങ്ങനെ ഉത്തരവാദികളാകുന്നു എന്നൊരു ചോദ്യം വരാം. അഴിമതിയും പക്ഷപാതവും സർക്കാരുകളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് സമൂഹത്തെ ബാധിക്കും. അത് സംഘർഷങ്ങളിലേക്കും ആഭ്യന്തര യുദ്ധങ്ങളിലേക്കും വരെ നയിക്കും. നല്ല സർക്കാരുകളാണെങ്കിൽ നല്ല സാമൂഹിക മാറ്റം പ്രതീക്ഷിക്കാം. തെരഞ്ഞെടുപ്പും നിയമനിർമ്മാണ സഭകളും സർക്കാരിനെ മെച്ചപ്പെടുത്താൻ നമുക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. അത്ര എഴുതണ്ടുള്ളൂ 2 മാർക്കിൽ. ഇനി ഏഴാമത്തെ സിഗ്നിഫിക്കൻ്റ് പറയാം. എന്താണ്? സാമൂഹിക മാറ്റം അവരുടെ ഉറവിടത്തിലെ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ ലക്ഷ്യമിടുന്നു. 9ാമത്തെ മാറ്റം, സിഗ്നിഫിക്കൻസ്, സാമൂഹിക പരിവർത്തനത്തിൻ്റെ ഫലമായി പൗരന്മാർ ശക്തരാകും. 10ാമത്തത്, സാമൂഹിക പരിവർത്തനം നിലവിലെയും ഭാവി തലമുറയുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തും. ഇതൊക്കെയാണ് എന്തിൻ്റെ സിഗ്നിഫിക്കൻസ്, സാമൂഹിക മാറ്റത്തിൻ്റെ സിഗ്നിഫിക്കൻസ് കേട്ടോ. ഇങ്ങനെ വേറൊരു ചോദ്യം കൂടി നിങ്ങളോട് തരാൻ വേണ്ടി ഉദ്ദേശിക്കാം. മീനിങ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. സാമൂഹിക സ്ഥാപനങ്ങളുടെ അർത്ഥവും അതിൻ്റെ സ്വഭാവ സവിശേഷതയും അതുകൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താതെ അത്ര എനിക്കിങ്ങനെ എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് അങ്ങനെ പറയാമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നോക്കുക. സാമൂഹിക ജീവിതത്തിന് അടിസ്ഥാനപരമായതും പ്രധാനമായതുമായ സാമൂഹിക സ്ഥാപനങ്ങളെക്കുറിച്ചാണ് അപ്പോൾ മീനിങ്ങിലും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിലും പറയുന്നത്. സാമൂഹിക സ്ഥാപനങ്ങൾ നിലവാരമുള്ള സമ്പ്രദായങ്ങളാണ്. അതാണ് ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. രണ്ടാമത്തത്, സാമൂഹിക സ്ഥാപനങ്ങൾ സാമൂഹികവും സാർവത്രികവുമാണ്. മൂന്നാമത്തെ, സാമൂഹിക സ്ഥാപനങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക്സ് മൂന്നാമത്തത്, സ്ഥാപിതമായ ചില നടപടിക്രമങ്ങളാൽ നിർവചിക്കപ്പെടുന്നവയാണ് സാമൂഹിക സ്ഥാപനങ്ങൾ. 4, സമൂഹത്തിൻ്റെ സ്ഥിരതയും ക്രമവും നിലനിർത്തുന്നതിന് സാമൂഹിക സ്ഥാപനങ്ങൾ അംഗങ്ങളുടെ മേൽ ചില നിയന്ത്രണങ്ങൾ ചെലുത്തും. 5, വ്യക്തികളുടെ അടിസ്ഥാന ആവശ്യങ്ങളെ സാമൂഹിക സ്ഥാപനങ്ങൾ തൃപ്തിപ്പെടുത്തുന്നു. 6, സാമൂഹിക സ്ഥാപനങ്ങൾ താരതമ്യേന ശാശ്വത സ്വഭാവമുള്ളവയാണ്. 7, സാമൂഹിക സ്ഥാപനങ്ങൾ സാമൂഹിക ക്രമം സംരക്ഷിക്കുകയും സാമൂഹിക വ്യവസ്ഥയ്ക്ക് സ്ഥിരത നൽകുകയും ചെയ്യും കേട്ടോ. ഇത്രയും
എന്ന് പറഞ്ഞിട്ട് നിർത്താണ്. ഇതൊന്ന് സീരിയസ് ആയിട്ട് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ ഞാൻ പറഞ്ഞ എസ്സേകളൊക്കെ ഒന്ന് പ്രത്യേകം നോക്കുകയും ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ്. പ്രാർത്ഥിക്കാം. ഓക്കെ.